നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും രാജ്യത്തെ നടുക്കി മറ്റൊരു കൊലപാതക വാർത്ത കൂടി പുറത്തു വരികയാണ്. അതിദാരുണമായിട്ടുള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ യുവതിയുടെ ഭർത്താവിന്റെ അച്ഛനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇതിൽ ഈ പറയുന്ന അച്ഛൻ നടത്തിയിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ പോലീസുകാരെ അടക്കം ഞെട്ടിച്ചിരിക്കുന്നത്. അവൾക്ക് രാത്രി ഭക്ഷണത്തിൽ ഞാൻ ഉറക്ക ഗുളിക കലർത്തി നൽകി. കൃത്യം നടത്തുന്നതിന് മുമ്പ് ഞാൻ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ഭർത്താവിന്റെ അച്ഛന്റെ കുറ്റസമ്മതത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇപ്രകാരമാണ്. ഇത് കേട്ട് പോലീസ് വരെ ഞെട്ടിയിരിക്കുകയാണ്. ഒടുവിൽ 2 മാസം മുമ്പ് കാണാതായ യുവതിയെ ഭർത്തൃവീട്ടുകാർ തന്നെ കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ്. ഫിറോസാബാദിലാണ് നാടിനെ നടുക്കിയ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. കൃത്യത്തിന് മുമ്പ് ഭർത്താവിന്റെ അച്ഛൻ 24-കാരിയെ ബലാത്സംഗം ചെയ്തുവെന്നും ഇയാൾ തന്നെ പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കൊലപാതകം നടത്തിയ ശേഷം ഭർത്താവും അച്ഛനും ചേർന്ന് 10 അടി ആഴത്തിലുള്ള കുഴിയിൽ മൃതദേഹമിട്ട് മണ്ണിട്ട് മൂടി മുകളിൽ സ്ലാബും നിർമ്മിക്കുകയും ചെയ്തു. ഫിറോസാബാദിലെ ഷിക്കോഹാബാദ് സ്വദേശിനിയായ യുവതിയെ 2023 ജൂലൈ മാസത്തിലാണ് ഫരീദാബാദിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്നത്. അന്ന് മുതൽ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതി നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്നതായി സഹോദരി വ്യക്തമാക്കി. ഇതിനിടെ ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 25-നാണ് യുവതിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ അച്ഛൻ പോലീസിൽ പരാതി നൽകിയത്. ഈ കേസിലെ അന്വേഷണമാണ് ഒടുവിൽ കൊലപാതകവും ബലാത്സംഗവും സ്ത്രീധന പീഡനവും പുറലോകം അറിഞ്ഞത്. ഏപ്രിൽ 14-നാണ് യുവതിയെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കിയത്. പ്ലാൻ ചെയ്ത ശേഷം ഭർത്താവിന്റെ അമ്മയെ ഉത്തർപ്രദേശിലെ ഒരു വിവാഹ ചടങ്ങിന് അയച്ചു. കേസിൽ നിന്ന് ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്തത്. ശേഷം ഏപ്രിൽ 21-ന് രാത്രി യുവതിയുടെ ഭർത്താവ് യുവതിക്കും വീട്ടിലുണ്ടായിരുന്ന അയാളുടെ സഹോദരിക്കും ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കലർത്തി നൽകി. രാത്രി വീടിന്റെ 2 നിലകളിൽ വ്യത്യസ്ത മുറികളിലാണ് ഇവർ അന്ന് കിടന്നുറങ്ങിയത്. യുവതിയുടെ ബോധം പോയതും ഭർത്താവിന്റെ അച്ഛൻ യുവതിയെ കൊലപ്പെടുത്താനായി മുറിയിലേക്ക് കയറി. ശേഷം കൃത്യത്തിന് മുമ്പ് യുവതിയെ താൻ ബലാത്സംഗം ചെയ്തുവെന്നും ഇയാൾ സമ്മതിച്ചു. കൊന്ന ശേഷം മകനെ മുറിയിലേക്ക് വിളിച്ചു. ഇരുവരും ചേർന്നാണ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന 10 അടി താഴ്ചയുള്ള കുഴിയിൽ മൃതദേഹം കൊണ്ടുപോയി ഇടുകയും ചെയ്തത്. ഇഷ്ടികയും മണ്ണും നിറച്ച് കുഴി മൂടിയ ശേഷം ഏതാനും ദിവസം കഴിഞ്ഞ് മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് നിർമ്മിക്കുകയും ചെയ്തു. നാട്ടുകാർ കേട്ടപ്പോൾ പറഞ്ഞത് വീട്ടിലെ മലിനജലം ഒഴുക്കുന്നതിനെന്ന് പറഞ്ഞ് ഏതാനും ദിവസം മുമ്പ് തന്നെ 10 അടി താഴ്ചയിൽ കുഴിയെടുത്തു എന്നാണ്. മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നാണ് കുഴിയെടുത്തത്. അത് അയൽക്കാരും കണ്ടിരുന്നു. രാത്രി ആരും അറിയാതെ മൃതദേഹം അടക്കം ചെയ്തു കഴിഞ്ഞ് യുവതിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകി. ഭാഗികമായി ജീർണിച്ച നിലയിൽ മൃതദേഹം പോലീസ് പുറത്തെടുത്തിട്ടുണ്ട്. അവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു. യുവതിയുടെ ഭർത്താവ്, ഭർത്താവിന്റെ പിതാവ്, മാതാവ്, സഹോദരി എന്നിവരെ പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ യുവതി ക്രൂരമായ സ്ത്രീധന പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന് സഹോദരി വ്യക്തമാക്കി. പീഡനം സഹിക്കാനാവാതെ മാസങ്ങൾക്കകം യുവതി തിരികെ സ്വന്തം വീട്ടിലും എത്തിയിരുന്നു. പിന്നീട് 1 വർഷം കഴിഞ്ഞാണ് മടങ്ങിപ്പോയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തെക്കൻ കൊൽക്കത്തയിലെ ലോ കോളേജിലെ ഗാർഡ് റൂമിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. ബുധനാഴ്ച 7:30-നും 8:50-നും ഇടയിലാണ് സംഭവം. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ കോളേജിലെ 2 വിദ്യാർത്ഥികളും ഒരു പൂർവ്വ വിദ്യാർത്ഥിയുമുണ്ട്. നഗരത്തിലെ RG കാർ മെഡിക്കൽ കോളേജിൽ ഒരു ജൂനിയർ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ 10 മാസങ്ങൾക്ക് ശേഷം നടക്കുന്നതാണ് ഈ ഒരു സംഭവം. കേസിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന മനോജിത് മിശ്ര ലോ കോളേജിലെ തൃണമൂൽ കോൺഗ്രസ് യൂത്ത് വിങ്ങിന്റെ മുൻ പ്രസിഡന്റ് ആണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. വ്യാഴാഴ്ച അറസ്റ്റിലായ ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന വാർത്തയ്ക്ക് പിന്നാലെ മമതാ ബാനർജി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP IT സെൽ കൺവീനർ അമിത് മാളവ്യ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ഭയാനകം കൊൽക്കത്തയ്ക്കടുത്ത് കസ്ബയിൽ ജൂൺ 25-ന് ഒരു നിയമ വിദ്യാർത്ഥിനി ലോ കോളേജിനുള്ളിൽ കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാളവ്യ ട്വീറ്റ് ചെയ്തു. RG കാർ മെഡിക്കൽ കോളേജിലെ സംഭവത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല. എന്നിട്ടും ഇത്തരം ഹീനമായ കുറ്റകൃത്യങ്ങൾ ബംഗാളിൽ ദിനം പ്രതി ഉയരുകയാണ്. മമതാ ബാനർജിയുടെ ഭരണത്തിന്റെ കീഴിൽ പശ്ചിമ ബംഗാൾ സ്ത്രീകൾക്ക് ദുസ്വപ്നമായി മാറിയിരിക്കുന്നു. ബലാത്സംഗം നിത്യേനയുള്ള ദുരന്തമായി മാറിയിരിക്കുന്നുവെന്നും മാളവ്യ വിമർശിച്ചു. പ്രതികളിൽ ഒരാൾ TMC അംഗമാണെന്ന് റിപ്പോർട്ടുകളുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമമായ എക്സിലെ കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട്. BJP ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരിയും തൃണമൂൽ കോൺഗ്രസിനെതിരെ രംഗത്തെത്തി. ബംഗാളിൽ നിയമവാഴ്ച ഇല്ലാതായിരിക്കുന്നെന്നും നാണക്കേടാണ് ഇതെന്നും അദ്ദേഹം എക്സിൽ പ്രതികരിച്ചു. 10 മാസം മുമ്പ് കൊൽക്കത്തയിൽ RG കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിരുന്നു. സംഭവം ദേശീയ തലത്തിൽ വാർത്തയാവുകയും രാജ്യമെമ്പാട് പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. കോളേജിലെ സെമിനാർ റൂമിൽ നിന്നായിരുന്നു ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവും ലഭിച്ചിരുന്നു. അതിനിടയിലാണ് അവർ മാസങ്ങൾ പിന്നിടുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ മറ്റൊരു കൂട്ടബലാത്സംഗത്തിന്റെ വാർത്ത കൂടി ലഭിക്കുന്നത്.